ഹായ് വെൽക്കം ടു റെസിപ്പി ടേൽസ്. ഞങ്ങളുടെ ചെറിയ അടുക്കളത്തോട്ടത്തിൽ കുറച്ച് ചീരയുണ്ട്. ഞങ്ങൾ ഒരു വിളയെടുപ്പ് എടുത്തതാണ്. വേര് നിർത്തി ബാക്കി കട്ട് ചെയ്തെടുക്കും. സെക്കൻഡ് ടൈം ഉണ്ടായത് അത്ര ശരിയായില്ല, മഴയൊക്കെ കാരണമായിരിക്കും. ഇന്ന് നമുക്ക് ചീര കൊണ്ട് ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കാം. ചീര കട്ട്ലറ്റിന് ഞാനിവിടെ 1/4 കിലോ ചീരയാണ് എടുത്തിരിക്കുന്നത്. ചുവന്ന ചീരയോ പച്ച ചീരയോ ഏത് ചീര വേണമെങ്കിലും നമുക്ക് ചീര കട്ട്ലറ്റിന് ഉപയോഗിക്കാം. ആദ്യം കഴുകി വൃത്തിയാക്കിയ 4 ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിക്കാം. ഉരുളക്കിഴങ്ങ് വേകുന്ന സമയം ചീര കട്ട്ലേറ്റിന് വേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്യാം. പാൻ ചൂടായി കഴിയുമ്പോൾ 1/4 കപ്പ് വെളിച്ചെണ്ണ. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണയും നെയ്യും മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ മാത്രമാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും 5 പച്ചമുളക് 1 മിനിറ്റ് വഴറ്റുക. അതിനുശേഷം സവോള ചെറുതായി അരിഞ്ഞത് 4, പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് 10 മിനിറ്റ് വഴറ്റുക. അതിനുശേഷം 1/4 കിലോ ചീര അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റുക. മൂന്ന് ടേബിൾ സ്പൂൺ കറിവേപ്പില കൂടി ചെറുതായി അരിഞ്ഞത് ചേർത്ത് വഴറ്റാം. നന്നായി വഴറ്റിയ ശേഷം ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതും കൂടി ചേർത്ത് വഴറ്റുക. ഉപ്പ് കുറച്ചുകൂടി ആവശ്യമുണ്ടെങ്കിൽ ഈ സമയം ചേർക്കാം. ഈ ഒരു പരുവം ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം കട്ട്ലേറ്റിന്റെ ഷേപ്പിലാക്കി ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഉപയോഗിക്കാത്തവർക്ക് കുറുകിയ തേങ്ങാപ്പാലിലോ മുക്കി റൊട്ടിപ്പൊടിയിൽ തിരിച്ചും മറിച്ചും മുക്കി എയർ ഫ്രയറിലോ എണ്ണയിലോ വറുത്തെടുക്കാം. എയർ ഫ്രയറിൽ 200 ഡിഗ്രിയിൽ 15 മിനിറ്റ് വെക്കുക. എണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ എണ്ണ ചൂടായതിനു ശേഷം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്ലെയിം മീഡിയത്തിലായിരിക്കണം. ഒരു സൈഡ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ തിരിച്ചിടുക. മിക്സ് എല്ലാം വേവിച്ചതായതുകൊണ്ട് കട്ട്ലറ്റിന് അധിക സമയം വേണ്ട, ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുത്താൽ മാത്രം മതി. ചീര കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ചൂടോടെ ടൊമാറ്റോ കെച്ചപ്പിനോടൊപ്പം സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ പറയണേ. ഈ കട്ട്ലറ്റ് എയർ ഫ്രയറിൽ വെച്ച കട്ട്ലറ്റ് ആണ്. ഇത് ഓയിൽ ഫ്രൈ ചെയ്ത കട്ട്ലറ്റ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.